നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഭാവനാ സൃഷ്ടിയെന്ന് എം സ്വരാജ്. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് യാതൊരു ചർച്ചയും തുടങ്ങിയിട്ടില്ല. തന്നെക്കുറിച്ച് ആരും ഉത്കടപ്പെടേണ്ടതില്ലെന്നും എം സ്വരാജ് 24നോട് പറഞ്ഞു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ടെ അങ്ങ് തൃപ്പൂണിത്തുറയിൽ ഉണ്ടാവുമോ? അല്ലല്ല, അത് തീർത്തും ഭാവനാവിലാസം മാത്രമാണ്. ഈ ഭവന സന്ദർശന പരിപാടിക്ക് തെരഞ്ഞെടുപ്പുമായി ഒരു ബന്ധവുമില്ല. CPIM ജനങ്ങളിൽ നിന്ന് പഠിക്കുകയും അവരിൽ നിന്ന് സാമൂഹ്യ കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കി മുൻപോട്ട് പോവുകയും ചെയ്യുന്നവരാണ്. ഞങ്ങൾ എല്ലാ സമയത്തും ഇത്തരത്തിലുള്ള ഭവന സന്ദർശന പരിപാടികൾ നടത്താറുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പോ സ്ഥാനാർത്ഥി നിർണയമൊന്നും ഇതുവരെ ചർച്ചയിലേ ആയിട്ടില്ല. ശബരിമലയിൽ പോറ്റിയെ കയറ്റിയത് ആരാണ് എന്ന് വ്യക്തമായതോടെ കോൺഗ്രസ് ഇപ്പോൾ പാരഡി പാട്ട് പാടുന്നില്ലെന്നും എം സ്വരാജ് പറഞ്ഞു. വ്യാജ പ്രചരണം അഴിച്ചുവിട്ടവരാണ് യഥാർത്ഥ കുറ്റവാളികളെന്നും എം സ്വരാജ് പറഞ്ഞു. ഇപ്പൊ ആ പാട്ട് പാടുന്നില്ല, കാരണം പോറ്റിയെ കയറ്റിയത് ആരാണ് എന്നതിപ്പോൾ വ്യക്തമായി. 2004 അദ്ദേഹം അവിടെ വന്നത്. അദ്ദേഹം അവിടെ വന്നു, അവിടെ തമ്പടിച്ചു, തട്ടിപ്പുകൾ തുടങ്ങി. ഇതെല്ലാം അതിന്റെ എല്ലാം ഉത്തരവാദിത്വത്തിൽ ആദ്യം ശിക്ഷിക്കപ്പെടേണ്ട സ്ഥിതിയിൽ നിൽക്കുന്നത് കോൺഗ്രസിന്റെ ദേവസ്വം ബോർഡും അതിന്റെ നേതാക്കന്മാരും ഒക്കെയാണ്. അതങ്ങനെ വന്ന് ഡൽഹി വരെ നീണ്ടു നിൽക്കുകയാണ്. ഇപ്പൊ ഞാനിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇപ്പൊ ഞാൻ പോകുന്നില്ല. അപ്പോൾ ജനങ്ങളുടെ മുൻപാകെ ഒരു വ്യാജ പ്രചരണം അടിച്ചുവിട്ടത് യഥാർത്ഥ കുറ്റവാളികളായിരുന്നു എന്ന് ഇപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.